നമുക്ക് ഒരു 18 ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ടെൻഡർ കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് വന്നിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറാണ്. അതിലേക്ക് 2 സ്പൂൺ നമ്മൾ അടിച്ച് വെച്ച ആ ഒരു കൂട്ടും 2 സ്പൂൺ പഞ്ചസാരയും കൂടെ കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ സ്പോഞ്ചിലേക്ക് ഇത് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കരിക്കിൻ്റെ വെള്ളം ചേർക്കുന്ന സമയത്ത് കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ക്രീമൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ സെക്കൻഡ് ലെയർ കൊടുക്കുന്നതാണ് ക്രീമിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടിൻ്റെ പകുതിയോളം ക്രീമിൽ നമ്മൾ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ക്രീമിനും കിട്ടുന്നത്, ഈ ഒരു കേക്കിനും കിട്ടുന്നത്. കാരണം നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറാണ് ഈ കേക്കിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ക്രീമിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം. അപ്പോൾ എല്ലാ കേക്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 രൂപ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വാങ്ങിച്ച് കഴിക്കാനും ഒരിതുണ്ടാവും. പിന്നെ അവർക്ക് ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടല്ലോ. പിന്നെ അടുത്തിന് നമ്മൾ ചേർക്കുന്നത് 3ാമത്തെ ലെയർ. അതിലേക്ക് വൈറ്റ് കോമ്പൗണ്ടും ക്രീമും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിന് മെയിനായിട്ട് കിട്ടുന്നത് ആ ഒരു കരിക്കിൻ്റെ ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കരിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 3/4 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ 4ാമത്തെ ലെയറാണ് നമ്മുടെ ജെലാറ്റിനും കരിക്കിൻ്റെ വെള്ളം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ടെൻഡർ കോക്കനട്ട് വാട്ടറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ കോരിങ് ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ലൂസായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പതുക്കെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 6 ഡ്രീം കേക്കിൻ്റെ ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ.